കൂടിയിടാൻ നടക്കരുത്. ആധ്യാത്മികതയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന വിൽപ്പന തിരക്കാണ്. ഒരു 40 കിലോയുടെ കാവ്യം കൊണ്ട് കാവ്യ പോകുന്ന ഒരു സഞ്ചി കമണ്ടലോ കുറച്ച് ഭസ്മമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്ത് വിറ്റുപോകുന്ന ഏറ്റവും വലിയ സാധനം ആത്മീയതയാണ്. ആധ്യാത്മികത ആത്മാവിൽ തൊട്ട് പറയണം. ആധ്യാത്മികത എന്താണെന്ന് ജീവിതത്തിൽ പഠിച്ചിട്ട് പകർത്തുവാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ വേറെ ഒന്നുമല്ല രാമായണം കൊണ്ട് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അവിടെ ആ രാമൻ ആ അയോധ്യയിൽ നിന്നും കാട്ടിലേക്ക് കടന്നുപോയി. കാട്ടിലേക്ക് കടന്നുപോയതിനു ശേഷം അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത് ഈ അഗസ്ത്യാശ്രമത്തിൽ ചെല്ലുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അകല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു. അപ്പൊ നമുക്ക് രാമായണം ചൊല്ലുമ്പോൾ നമുക്കെല്ലാവർക്കും ചൊല്ലി നോക്കാം. രാമ 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 ഒച്ചപ്പറ രാമ 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 ഭാഗ്യവാൻ രാമമന്ത്രമോദിനിതാമയങ്ങൾ നീങ്ങുവാൻ രാമമന്ത്രമോദിനിതാമയങ്ങൾ നീങ്ങുവാൻ വീട്ടിൽ പോയി ചെല്ലാറുണ്ടോ? ചെല്ലാറുണ്ടോ? പിന്നെ രാമായണം വിളിച്ചിട്ടവരുടെ വീട്ടിലുണ്ട്. ഒന്ന് കൈകൊട്ടാമോ? രാമായണം കൊടുക്കണ്ടോ? ഒരു 30 കയ്യേ കൊടുക്കുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആളിന് കണ്ടൊന്നുമില്ല. നമ്മൾ രാമനെ കുറിച്ച് പറയും. രാമ